കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ഇടപെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. 4 വയസ്സുകാരിയുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചെന്നായിരുന്നു അമ്മയുടെ പരാതി. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. എസ് വിനീഷ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇവിടെ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു യുവതിയാണ് അവർക്ക് നേരിട്ട ഗാർഹിക പീഡനത്തിൻ്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്, പോലീസിൽ പരാതി നൽകിയത്. മാത്രമല്ല 4 വയസ്സുള്ള കുഞ്ഞിനെയും ഭർത്താവ് ഇതേ രീതിയിൽ തന്നെ ആ കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചുവെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ പക്ഷേ പോലീസ് ആ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി, പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടില്ല. അതോടുകൂടിയാണ് ഈ യുവതി ഹൈക്കോടതിയെ സമീപിക്കാൻ മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായി രംഗത്തിറങ്ങിയത്. അതിനിടെ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിർദ്ദേശം? തീർച്ചയായും ടോം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ കേസിൽ വളരെ നിർണായകമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പോക്സോ വകുപ്പ് ചുമത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി പരാതി കൊടുത്തത് പോലും. കാരണം തന്റെ 4 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു. ഇത് ഗൗരവത്തോടെ പോലീസ് കാണണം എന്നായിരുന്നു ഈ പരാതിയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നത്. പരാതി കൃത്യമായി സ്വീകരിച്ച പോലീസ് ഇതിന്റെ കുട്ടിയുടെ മൊഴിയെടുക്കാനായി പ്രാഥമിക ഘട്ടത്തിൽ പോയിരുന്നു. അപ്പോൾ ഇവരുടെ പരാതിയും കുട്ടിയുടെ മൊഴിയും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങൾ പോലീസിന് അന്നേരം തന്നെ തോന്നി. തുടർന്നാണ് ഇതിന് കുട്ടിക്ക് ഒരു കൗൺസിലിംഗിന് ശേഷം വിശദമായി മൊഴിയെടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് പോലീസ് എത്തുന്നത്. അപ്പോൾ ഇതിനെതിരെ പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മനഃപൂർവ്വം പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാത്തതാണ് താൻ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിക്കുന്നു എന്നടക്കമുള്ള പരാതി കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നും യുവതി പറഞ്ഞത് ഹൈക്കോടതിയെ സമീപിക്കാനായുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗിന് ശേഷമാണ് വിശദമായി മൊഴിയെടുക്കാം എന്ന ഒരു ധാരണയിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് CWCയുടെ വലിയൊരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി തന്നെ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് ആദ്യം നൽകണം എന്നുള്ളതാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് നൽകണം. അതിന് മെഡിക്കൽ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ ഈ കേസിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ തെളിവുകൾ വളരെ നിർണായകമാണ്. പക്ഷേ ഈ പ്രതിയെ ഇതുവരെയും ആരോപണ വിധേയനായ ഭർത്താവിനെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സംഭവം നടന്നിട്ട് തന്നെ 3-4 ദിവസം പിന്നിടുന്നുണ്ട്. വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇത് കണക്കിലെടുത്ത് ഇപ്പോഴും ഈ ക്രൂരമായി മർദ്ദനത്തിനിരയായ ഭാര്യ ചികിത്സയിൽ തുടരുകയാണ്. താക്കോൽക്കൂട്ടം വെച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ചു, അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടി എടുത്ത് തലയ്ക്കടിച്ചു, മുറിവേൽപ്പിച്ചു എന്നതടക്കമുള്ള പരാതിയാണ് പോലീസിന് നൽകിയത്. ഇത് ഗൗരവത്തോടെ പോലീസ് കാണണം എന്നുള്ളൊരു ഒരു അപേക്ഷയാണ് ഈ യുവതിക്കുള്ളത്. പക്ഷേ പോലീസ് ഇത് ഗൗരവത്തോടെ കാണുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. യെസ്, എന്തായാലും ഈ പോലീസ് ഈ വിഷയത്തിൽ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? നിലവിൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്തിരുന്നു. അവരുടെ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ പേരില്ലേ. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചതിൽ, ലൈംഗിക വൈകൃത കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിച്ചതിലൊന്നും പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്ന് അത്തരമൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരം നടപടിയിലേക്ക് കടങ്ങുന്നതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CWCയുടെ ഒരു ഇടപെടൽ ഈ കേസിൽ വലിയ നിർണായകമാണ്. അടിയന്തരമായിട്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ നിർദ്ദേശത്തിലുള്ളത്. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. അതെന്തായാലും ഈ കുട്ടിയുടെ മൊഴി പ്രധാനമാണ്. കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത്തരം ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കുട്ടിയിൽ നിന്ന് തന്നെ അറിയുക എന്നുള്ളതാണ്. അത് കുട്ടിക്ക് നിലവിൽ കുട്ടി അതിൽ പ്രാപ്തിയല്ല. 4 വയസ്സ് മാത്രമേ
പ്രായമുള്ളൂ, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ അവൾ മൊഴിയെടുക്കാനായി ശ്രമിച്ചപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ, ഈ മാതാവ് പറഞ്ഞ പരാതി പോലെയല്ല കുട്ടി പറഞ്ഞത്, ഇതൊന്നും തനിക്ക് അറിയില്ല എന്നുള്ളതാണ് സ്വാഭാവികം. അപ്പോൾ ഇത് കണക്കിലെടുത്താണ് കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് എന്താണ് നടന്നത് എന്ന് ഉള്ള മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അപ്പോൾ ആ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഇതിനൊക്കെ ചുമത്തേണ്ടതുണ്ടോ എന്ന അന്വേഷണ സംഘം തീരുമാനിച്ചിട്ട് ആ നടപടിക്രമങ്ങളിലേക്ക് തന്നെ നീങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഒരു വെല്ലുവിളിയായി തന്നെ മാറുന്നത് കേട്ടോ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുകയാണ്. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഇടപെട്ടിരിക്കുന്നത്. 4 വയസ്സുകാരിയുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചെന്നായിരുന്നു അമ്മയുടെ പരാതി. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താൻ CWC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടവേള. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട. പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് കേസിൽ മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് തുടങ്ങി. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. മുത്തച്ഛൻ ബാട്ടച്ച് ചെയ്തു എന്നായിരുന്നു കുട്ടി പോലീസിനോട് പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി പറഞ്ഞത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്തായാലും ആ പെൺകുട്ടി, ഈ 13-കാരി പോലീസിനോട് പറഞ്ഞ മൊഴികളെല്ലാം നുണയായിരുന്നു എന്ന് പോലീസിന് പോലും തുടക്കത്തിൽ ചില സംശയം തോന്നിയതാണ്. കാരണം പല രീതിയിലുള്ള കെട്ടുകഥകളും
ഈ കേസുമായി ബന്ധപ്പെട്ട് 13കാരി പറഞ്ഞിരുന്നല്ലോ. അതിലൊന്ന് മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തു, രണ്ടാമത്തേത് അച്ഛൻ ഒരുപക്ഷെ കൊലപ്പെടുത്ത അച്ഛനിലേക്ക്, കേസിൻ്റെ അന്വേഷണം അച്ഛനിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ചില ശ്രമങ്ങൾ പോലും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഈ കൗൺസിലിങ്ങിൽ, CWC നടത്തിയ കൗൺസിലിങ്ങിൽ ഇതെല്ലാം നുണയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്? തോമസ്, CWC നടത്തിയ കൗൺസിലിംഗിൽ ഈ കുട്ടി ആ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് തുടക്കഘട്ടത്തിൽ, അതായത് ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ ഈ പെൺകുട്ടി പോലീസിനോട് പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് തന്റെ മുത്തശ്ശൻ അങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നോട് മോശമായി പെരുമാറിയ സാഹചര്യം പിതാവ് അറിഞ്ഞിട്ടുണ്ടാകും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു ശത്രുത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘത്തോടെ ഈ പെൺകുട്ടി വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് തുടക്കത്തിൽ അന്വേഷണ സംഘത്തിന് പോലും ഈ കുട്ടി പറയുന്ന വിഷയങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആ രീതിയിൽ ഒരു അന്വേഷണത്തിലേക്ക് അവർക്ക് പോകേണ്ടതായി വന്നു എന്നുള്ളതാണ്. അപ്പോ വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. അത് കളവാണെന്ന് കുട്ടിയുടെ മുന്നിൽ തെളിവ് സഹിതം നിരത്തുമ്പോൾ തന്നെ ഈ കുട്ടി അതിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഇതിൽ കൊല്ലപ്പെട്ടയാൾ മോശമായി പെരുമാറി എന്നുള്ള ഒരു വാദം കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ CWCയുടെ കൗൺസിലിംഗിൽ ഒരു ഘട്ടത്തിലും കുട്ടി അത്തരത്തിലൊരു അബ്യൂസിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിടിക്കപ്പെട്ട ഓരോ ഘട്ടത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവര് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഇവർ ചെയ്യുന്ന ക്രൈം, അതായത് ജുവനൈൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രമാത്രം ശിക്ഷ കിട്ടും എന്നതിനെ സംബന്ധിച്ച് പോലും ഇവർ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പ്രിപ്പയർഡ് ആയി ഇത്തരം ഒരു കേസിലേക്ക് ഇൻവോൾവ് ആയാൽ നിയമപരമായി തങ്ങളെ അത് എത്രമാത്രം ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് പോലും ഈ കുട്ടികൾ കൃത്യമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രൈമിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ളത് ഈ കുട്ടി ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോമിലാണ് ഉള്ളത്. ഈ ആൺകുട്ടികളുള്ളത് ചേർത്തല മായിത്തറയിലെ ചിൽഡ്രൻസ് ഹോമിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് വേറെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കീർണമായ മാനസികാവസ്ഥ കാര്യങ്ങളിലേക്ക് വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് വേറൊന്നും ഒരു കുറ്റകൃത്യമായിട്ട് മാത്രം കണക്കാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് വളരെ റയർ ആയിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളതാണ്. കാരണം കൗമാരക്കാരായ ആളുകൾ തന്നെ, കുട്ടികളാണ് ആസൂത്രണം നടത്തിയിരിക്കുന്നത്, കുട്ടികളാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടത്തിയതും ആസൂത്രണവും എല്ലാം മുതിർന്നവരുടെ ഒന്നും സഹായമില്ലാതെ കുട്ടികൾ ചെയ്തു വന്ന ഒരു കേസ്, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അത് അപൂർവമായ ഒരു കേസാണെന്ന് തന്നെ കരുവാറ്റയിലെ കേസ് പറയാം. അതും 13കാരിയാണ് ഈ ഒരു ആസൂത്രണത്തിന്റെ ഏറ്റവും തലപ്പത്ത് നിന്നത് എന്ന് പറയുമ്പോഴാണ് ഇത് ഞെട്ടിക്കുന്ന ഒരു കേസായി നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ മാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇവർ എത്രമാത്രം ഒരു മെന്റൽ സ്ട്രെങ്ത്തിലൂടെയാണ് ഇത് ചെയ്തതെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുറ്റവാസന ഇവർക്കുള്ളിൽ ഉണ്ടോ എന്നൊക്കെ. കുട്ടികളായതുകൊണ്ട് തന്നെ പല പരിമിതിയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓതന്റിക് ആയ ഒരു പരിശോധന അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇനി ഇവർ പറയുന്നത് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ, തീർച്ചയായും അത്തരം ചില ഒരു ക്രിമിനൽ മനോഭാവം ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളല്ലേ നേരത്തെ പുറത്തു വന്ന ഓരോ വിവരങ്ങളും. അതായത് വീട്ടിൽ മോഷ്ടശ്രമം നടത്തി, അത് ഈ പറയുന്ന ബന്ധുവായിട്ടുള്ള ഈ ശിവൻകുട്ടി അത് തിരിച്ചറിയുന്നു, പിടിക്കുന്നു, അതിൻ്റെ വിരോധമുണ്ടാകുന്നു. മാത്രമല്ല ഇവരുടെ പല വഴിവിട്ട സൗഹൃദങ്ങൾ, ഈ പെൺകുട്ടിയുടെ സൗഹൃദങ്ങൾ, അതോടൊപ്പം ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും അത്തരം ചില കഥകളും ഒക്കെ കേട്ടിരുന്നല്ലോ. അക്കാര്യത്തിലൊരു വസ്തുത എന്താണ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ?
ടോമെ, അത് ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ഈ കുട്ടികളെല്ലാം തന്നെ പോലീസിനോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ കൺഫസ് ചെയ്തിട്ടുണ്ട്, അവർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആൺകുട്ടികളെ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടി മദ്യവും അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാസലഹരിയിലേക്കും പോയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവര് പറവൂർ തൊട്ട്, കൊല്ലം പറവൂരായിരുന്നല്ലോ ഇവർ ആദ്യം താമസിക്കുന്നത്. അവിടെ തൊട്ടുള്ള ഒരു സൗഹൃദമാണ്. അവിടെ നിന്ന് പിന്നീട് ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന 17 വയസ്സിൽ ഒരാളായ 17 വയസ്സുകാരൻ മോഷണ ശ്രമങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇവരിപ്പോ ഇതിൽ ഒന്ന് രണ്ട് പേർ ഇപ്പോഴേ നേരത്തെ തന്നെ ക്രൈം ചെയ്ത് തുടങ്ങിയ ആളുകളാണ് എന്നുള്ളതാണ്. പലരും 10ാം ക്ലാസ്സും +1 കഴിഞ്ഞ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോ ഈ രീതിയിൽ അവർ സംഘടിതമായ ഒരു ഗ്രൂപ്പായി ചേർന്നിട്ടാണ് ഇത്തരം ഒരു പ്ലാനിങ്ങും അതുപോലെ അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഇനി ഇവരെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കൂടി സഹായത്തോടെ വിശകലനം ചെയ്യണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലൊരു ബോർഡ് രൂപീകരിച്ച് ആ ബോർഡിന് മുന്നിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി ക്രൈം അടക്കമുള്ള കേസുകൾ ഉള്ളതിൽ ഏറ്റവും ക്രൂരമായി ആ കുട്ടിയെ ഉപദ്രവിച്ചത് അന്നൊരു 17 വയസ്സുകാരായിരുന്നു. അപ്പൊ ആ കേസിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർക്ക് പോകേണ്ടതുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഇവരെ വിചാരണ ചെയ്യുന്നത്, മുതിർന്നവരെ വിചാരണ ചെയ്യുന്ന അതേ രീതിയിൽ ഇവരുടെ ഈ കുറ്റകൃത്യത്തിന്റെ ആഴം പരിഗണിച്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒന്ന് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം ഒരു ഓതന്റിക് ആയിട്ടുള്ള സംവിധാനത്തിന്റെ കൂടി സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ അവർ ചെയ്തതിനെ കുറിച്ച് ഒരു അല്പം പോലും കുറ്റബോധമില്ല എന്നുള്ളതാണ്. അവർ വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഒരു കൊലപാതകം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അത് എങ്ങനെയാ ഇതൊരു ജുവനൈലായ തങ്ങളെ എത്രമാത്രം തങ്ങളെ എഫക്ട് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് പോലും ഇവരൊക്കെ തമ്മിൽ പരസ്പരം ഡിസ്കഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിസ്സാരമായി പോലീസിന് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റു പേർക്ക് ലഹരി ഉൾപ്പെടെ ലഭ്യമായതിന്റെ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ മറ്റ് അബ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടോ, പെൺകുട്ടിയുടെ നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോ ശനിയാഴ്ച വരെ കസ്റ്റഡിയിൽ കിട്ടും. അതായത് നാളെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടും. അത് കഴിഞ്ഞ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുന്നുണ്ട്. നാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വിവരങ്ങൾ കൂടി ഇതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസായി ഇത് മാറും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കുട്ടികളാണ്. കുട്ടികൾ തന്നെ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ആലപ്പുഴയിലെ അന്വേഷണ സംഘം അതിനെ ആ രീതിയിൽ തന്നെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ടോം, യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പെൺകുട്ടിയെ 13-കാരിയെ ഇപ്പോൾ CWC കൗൺസിലിങ്ങിന് വിധേയാക്കിയിരിക്കുകയാണ്. ഈ ബന്ധുവായ ശിവൻകുട്ടി തന്നോട് മോശമായി പെരുമാറിയെന്ന പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി പക്ഷേ കൗൺസിലിങ്ങിൽ അവർ പറഞ്ഞിട്ടില്ല. അതായത് നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അത് പക്ഷേ ലോകം പോലും, ലോകത്തുള്ള ഓരോ മറ്റ് ലോകരാജ്യങ്ങളിലെ ഈ 13 വയസ്സുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ചിന്തിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഈ അടുത്തിടെ എറണാകുളം ആലുവയിൽ ഒരു 12 വയസ്സുകാരൻ 10 വയസ്സുള്ള തൻ്റെ സ്വന്തം സഹോദരിക്ക് ലഹരി നൽകി എന്ന് കേട്ടപ്പോൾ നമ്മൾ അമ്പരന്ന് പോയതാണ്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന്. പക്ഷേ അതിനുശേഷം കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും സമാനമായ രീതിയിലുള്ള 15 വയസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികൾ സഹപാഠികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ പോലും നമ്മൾ കേട്ടു. അത്രയ്ക്കും അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കുടുംബ സാഹചര്യം, സാമൂഹ്യ അവസ്ഥ, ഇതൊക്കെ ഇവരെ ഈ രീതിയിലേക്ക് അവരുടെ മനോഭാവം മാറുന്നതിലൊരു കാരണമായിട്ടുണ്ട്.
മിന്നെത്തി കസവിൻ പൊന്നാട കാണല്ലോ ഇന്ന് അവിടെ പൂട്ടിക്കാം ഇന്ന് ഞാൻ പൂട്ടിക്കാം. എന്റെ പേര് മനു മത്തായി. വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ. നമ്മൾ ദേശവിടി ഒരു വണ്ടി ബ്ലോക്ക് ഒന്നുമല്ല. ഇവിടെ ബ്ലോക്ക് ഒന്നുമല്ല. ഇവിടെ പിരിവ്. ഇവിടെ പിരിക്കണോ? എന്റെ വീട് കാണിക്കണോ? വീട് കാണിക്കാമല്ലോ സാറേ. നാളെ മുതല് ഇവിടെ വിഷയം ഉണ്ടാകും. വേറെ കാര്യമൊന്നുമില്ല. ഇയാളെ വീഡിയോ എന്താ എടുക്കുന്നത്? എന്ത് വീഡിയോ എടുക്കുന്നത്? ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങൾ എടുക്കും. ദിസ് ഈസ് അവർ ഓഫീസ്. മനസ്സിലായോ? സാറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ കൊല്ലത്ത് മദ്യപിച്ചെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ CPM ജനപ്രതിനിധിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ആര്യങ്കാവ് പഞ്ചായത്ത് അംഗം മനു മത്തായിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. വാഹനം നടുറോഡിൽ നിർത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. വിനീഷിലേക്ക്. വിനീഷ്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ജനപ്രതിനിധികൾ, ഈ ഭരണം മാറിയത് ഇവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് പല ഗുണ്ടായുസവും കാണിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇനി പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഭരണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസിൻ്റെ എക്സൈസിൻ്റെ അടുത്ത് കുതിര കയറാൻ ചെന്ന് കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകും. ഈ മനു മത്തായിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും ടോം, ഒരു പഞ്ചായത്ത് മെമ്പർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എക്സൈസ് ഓഫീസ് പൂട്ടും എന്നൊക്കെയാണ് മെമ്പർ പറയുന്നത്. പക്ഷേ എക്സൈസ് ഓഫീസിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം ആര്യങ്കാവിലാണ്. നമുക്കറിയാം, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയുമായി പങ്കിടുന്നൊരു ചെക്ക് പോസ്റ്റാണ്. നിരവധി തവണ ഈ പറയുന്ന ലഹരി വസ്തുക്കളടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കളടക്കം പിടികൂടിയ ഒരു എക്സൈസ് ഓഫീസാണ്. അവിടെ ഉറക്കമുളച്ചാണ് എക്സൈസ് ഓഫീസേഴ്സ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജനപ്രതിനിധി, ഒരു വാർഡ് മെമ്പർ അവിടെ എത്തുകയും ഈ ഓഫീസിന് മുന്നിൽ അയാൾ വന്ന വാഹനം പാർക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വാഹനം പാർക്ക് ചെയ്തത്. ഇതിനെ എക്സൈസ് ഓഫീസേഴ്സ് ചോദ്യം ചെയ്തു. ഇതായിരുന്നു ഈ ഒരു പ്രകോപന കാരണം. ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എക്സൈസ് ഓഫീസ് ഞാൻ പൂട്ടിക്കും, ഇത് വെച്ച് പൊറിപ്പിക്കുന്ന തരത്തിലുള്ള ഭീഷണി ഒക്കെ ആണ് മുഴക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഓഫീസേഴ്സ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ ഈ പഞ്ചായത്ത് മെമ്പറുടെ വിശദീകരണം തേടിയിരുന്നു കേട്ടോ. തേടിയപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് അനധികൃതമായി അവിടെ ഒരു പണപ്പിരിവുണ്ട്, ഇതാണ് താൻ ചോദ്യം ചെയ്തത്, അല്ലാതെ മറ്റൊരു പ്രശ്നവും ഇതിന്റെ പിന്നിലില്ല. തന്നെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ. വിനീഷിലേക്ക് വരാം. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഈ മനു മത്തായിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കാരണം ഇവിടെ ഈ കഞ്ചാവും മറ്റു സാധനങ്ങളെല്ലാം ഈ മലക്കറി വണ്ടി അല്ലാത്ത വണ്ടിയിൽ ഇവർ പൈസ മേടിച്ചിട്ടാണ് ഇവർ വണ്ടി കടത്തി വിടുന്നത്. കാരണം ഇവർക്കെല്ലാം ഇപ്പൊ മാസപ്പടി എല്ലാ ഈ പറയുന്ന മലക്കറി വണ്ടി, അതേപോലെയുള്ള മറ്റു പാല് വണ്ടി, എല്ലാ വണ്ടിയിൽ നിന്ന് മാസപ്പടി മേടിച്ചാണ് ലഹരി പദാർത്ഥങ്ങൾ ഉദ്യോഗസ്ഥരുടെ മെയിൻ ഒരു അഴിഞ്ഞാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ആര്യങ്കാവിലെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ. അതിനെ ചോദ്യം ചെയ്തതിനെതിരെയാണ് എനിക്കെതിരെ അവർ കേസ് പോലും എടുത്തിട്ടില്ല. തെമ്മൽ സ്റ്റേഷൻ കേസ് എടുത്തിട്ടില്ല. ഞാൻ മദ്യപിച്ചത് പറയുന്നു, എന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല. യാതൊരു ഒരു ഇതുമില്ലാതെ എന്നെയും എന്റെ പാർട്ടിയെയും വ്യക്തിഗത ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമിതമായി പിരിവാണ് നടക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തതിനെതിരെയാണ് ഇവരിപ്പോ ന്യൂസ് എത്തിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. വിനീഷിലേക്ക്. വിനീഷ്, ഈ മനു മത്തായി പറയുന്നത് അവിടെ എക്സൈസിന്റെ പണപ്പിരിവ് നടക്കുന്നുണ്ട്, അത് താൻ ചോദ്യം ചെയ്തുവെന്ന്. അങ്ങനെ ഇവിടെ നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം ചോദ്യം ചെയ്യാം. പക്ഷേ അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നേരെ മെക്കിട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഇയാൾ പറയുന്നതനുസരിച്ച് മറ്റ് നിയമ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അതായത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. എന്താണ് എക്സൈസിന്റെ വിശദീകരണം?
തീർച്ചയായും അത് തന്നെ ടോം. നമ്മൾ ജനപ്രതികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ്. ഈ നിയമപാലകരോട് ഇത്തരം കയർത്ത് സംസാരിച്ചുകൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും അത് അനുവദനീയമല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം ഇവർ സമൂഹത്തിന് തന്നെ മാതൃകയാവേണ്ടവരാണ്. ഈ എക്സൈസ് ഓഫീസ് പൂട്ടും എന്നൊക്കെ അത്തരത്തിലുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഈ എക്സൈസിന്റെ പരാതിയിൽ പറയുന്നത് മദ്യലഹരിയിൽ വന്ന് ഇത്തരത്തിലുള്ള ആക്രോശം നടത്തി എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണ് പരാതിയിൽ കൃത്യമായി പറയുന്നത്. പക്ഷേ പോലീസിൽ ചോദിച്ചപ്പോൾ ഇത് കേസെടുത്തിട്ടില്ല, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇയാളെ അത് പഞ്ചായത്ത് മെമ്പറിനെ വിമർശിച്ചുകൊണ്ട് തന്നെയുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറക്കമുളച്ച് ജോലി ചെയ്യുന്ന എക്സൈസ് ഓഫീസർ ഇവരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് വാഹനം അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വാഹനം പാർക്ക് ചെയ്ത് ഇത്തരം പ്രവൃത്തി ഒരിക്കലും അനുവദനീയമല്ല. ഇതിൽ കൃത്യമായുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ നീങ്ങണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ടോം, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ജനപ്രതിനിധിയുടെ CPM ജനപ്രതിനിധിയുടെ ഗുണ്ടായിസമാണിത് കണ്ടത്. പല രീതിയിൽ അയാൾ ന്യായീകരിക്കുന്നുണ്ട്. ഇത് എക്സൈസ് ഓഫീസ് പൂട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു നിയമമുണ്ടെങ്കിൽ, നിയമ സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഓരോ ജനപ്രതിനിധികൾ മാത്രമല്ല, ഇവിടുത്തെ ഓരോ പൗരനും ബാധ്യസ്ഥരാണെന്ന കാര്യം അനുമത്തായി മറക്കരുത്. കോഴിക്കോട് വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കേസിൽ തങ്ങൾക്ക് പങ്കില്ല, പെട്ടുപോയതാണെന്ന് ഇരുവരും പോലീസിന് മുന്നിലും ആവർത്തിച്ചു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ന്യൂസ് 18നോടും ഇക്കാര്യം കാവ്യ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ അനീഷിനോട് തന്നെയാണ് നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഈ കാവ്യ ഇക്കാര്യം പറഞ്ഞത്, തനിക്കിതിൽ പങ്കില്ല, തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് ഈ കേസിൻ്റെ മുഖ്യ ആസൂത്രക എന്നറിയണം. കുട്ടികൾക്ക് ഇവർ ലഹരി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ടോം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഈ കസ്റ്റഡിയിലായ അധ്യാപകർ അതിൻ്റെ കണ്ണികളായിരുന്നു എന്നൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പരസ്പരം പഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെ ആദ്യം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയ കീർത്തന പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല, തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് ആണുള്ളത്, താനൊരു അമ്മയാണ്, ഒരു അധ്യാപികയാണ് എന്നീ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യലിൽ ഈ രേഖകളൊക്കെ കാണിച്ചുള്ള അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളും മറ്റ് വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങളോടും മൗനം പാലിക്കുകയായിരുന്നു അന്ന് കീർത്തന ചെയ്തു. ഒപ്പം ഈ കോടതിയിൽ ഈ ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോൾ കീർത്തൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ആരിൽ നിന്നും നേരിട്ട് ഈ കീർത്തന പണം വാങ്ങിയിട്ടില്ല, മറിച്ച് കീർത്തനയുടെ സുഹൃത്താണ് കാവ്യ. കാവ്യയോട് പണം കടം ചോദിച്ചപ്പോൾ അത് കാവ്യയുടെ മറ്റൊരു ആൺ സുഹൃത്ത് അയച്ചു നൽകി എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതായത് കാവ്യ ആണ് ഇത്തരത്തിലുള്ള ഇടപാടുകളിലേക്ക് തന്നെ വലിച്ചഴിച്ചത് എന്നാണ് കീർത്തന വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യത്തിൽ കീർത്തന കള്ളം പറയുന്നു എന്നാണ് ഇന്നലെ കാവ്യ നമ്മളോട് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യം മറ്റു ഒന്നാണ്, താൻ ഈ കേസിൽ പെട്ടുപോയതാണ് എന്ന് അവർ പറയുന്നു. നീഷ്മയും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയത്. രണ്ടുപേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തിയും കൂട്ടിച്ചേർത്തും ഒന്നിച്ചിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ സംഘം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അല്പസമയത്തിനകം കസ്റ്റഡി സമയം കഴിഞ്ഞ് തിരിച്ച് കോടതിയിലേക്ക് ഹാജരാക്കുകയും വീണ്ടും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്തായാലും കീർത്തന നേരത്തെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇരു പക്ഷവും, അതായത് ആദ്യം ചോദ്യം ചെയ്ത കീർത്തനയും രണ്ടാമത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നീഷ്മയും കാവ്യയും പറയുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഒപ്പം പോലീസ് ഹാജരാക്കുന്ന തെളിവുകളെ ഇവർക്കെതിരായി സമാഹരിച്ചിരിക്കുന്ന തെളിവുകളെ ഏത് രീതിയിൽ ഇവർ പ്രതിരോധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. പക്ഷേ അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രധാന സൂത്രധാരനെ കുറിച്ച് ഇപ്പോഴും പോലീസിന് വിവരങ്ങളില്ല എന്നതാണ് ഈ കേസിന് സാരമായി തന്നെ ബാധിക്കുന്നത്. ഈ പിടിയിലായ അധ്യാപികമാർ അവരുടെ പണം
ജിജിൻ കുര്യാക്കോസ് എന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശി ആളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 6 മാസത്തിനുള്ളിൽ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ അക്കൗണ്ട് വഴി നടന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഈ അക്കൗണ്ടിൽ ലഭിക്കുന്ന പണം ജിജിൻ പിന്നീട് ഷിൻഡോ എന്ന വയനാട് സ്വദേശിക്ക് അയച്ചു നൽകിയെന്നും കണ്ടെത്തി. പക്ഷേ ഇയാളെ പിടികൂടാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്ന് ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കർണാടകം, ഷിൻഡോ ഇപ്പോഴും കാണാൻ മറയത്തല്ലേ? ഇയാളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം ഇതുവരെയും എത്താൻ കഴിയാത്തത്? തീർച്ചയായും അതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി. കാരണം ഈ ഇടനിലക്കാരായ ആളുകൾ അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചവരെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസിന് ലഭ്യമാണ്. ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ അവർ അവരുടെ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു നൽകുകയും ആ സ്ഥലത്തെത്തുമ്പോൾ മറ്റൊരാൾ വന്ന് ഈ ചരക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അത്തരത്തിൽ കൈമാറപ്പെടുന്ന പണം അധ്യാപികമാർക്ക് ലഭിക്കുന്നു. അവരിൽ ഒരു പങ്ക് അവർ സ്വയം ചിലവഴിക്കുന്നു. മറുഭാഗം ഈ ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിക്ക് അയച്ചു കൊടുക്കുന്നു. ജിജിൻ കുര്യാക്കോസ് ആ പണം ഷിൻഡോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു ഈ ചങ്ങല പ്രവർത്തിച്ചിരുന്നത്. ഈ ഷിൻഡോയുടെ കൈവശം തന്നെ ഈ അധ്യാപികമാരല്ലാതെ സമാനമായ ജോലി ചെയ്യുന്ന മറ്റിടങ്ങളിലെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ, കുട്ടികൾ ഈ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ മയക്കുമരുന്ന് ഉറവിടം കണ്ടെത്താൻ ഈ ഷിൻഡോയെ പിടികൂടുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായി മാറിയിരിക്കുന്നു. കേവലം ഈ 3-4 അധ്യാപികമാരിലും ഈ മറ്റേ ഇടനിലക്കാരനായ ജിജിലൊന്നും ഒരുങ്ങുന്നതല്ല. മുഖ്യപ്രതിയിലേക്ക് ഇതുവരെ എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഇപ്പോൾ കേസിലെ പ്രതികളായിട്ടുള്ള അധ്യാപികമാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജിൽ ഓണാഘോഷത്തിന് വിദ്യാർത്ഥികളെത്തിയ കാറിൽ നിന്ന് MDMA പിടികൂടി. ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ 3 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിലും വൻ ലഹരിവേട്ട നടന്നു. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMA-യും 4 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം കോടികൾ വില മതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയടക്കം 3 പേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. VK ജിഷാദ് ചേരുന്നു തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി. ജിഷാദ്, 2 ലഹരി കേസുകൾ, അതിലൊന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കേസാണ്, അതും കോളേജിലെ ഓണാഘോഷത്തിനിടെ. എന്താണ് സംഭവിച്ചത്? ഇന്നായിരുന്നു സംഭവം. കൊണ്ടോട്ടി കോളേജ് പരിസരത്തു നിന്നാണ് മെത്താഫിറ്റുമായി 3 വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടത്. കോളേജ് ക്യാമ്പസിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ മാരക രാസലഹരി മരുന്നായ MDMA ഉപയോഗിക്കുന്നതിനിടെ മലപ്പുറം നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് വിഭാഗം ചെക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചെക്കിങ്ങിനെ കണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുന്നത്. ഇതിൽ സംശയം തോന്നിയ എക്സൈസ് ഉദ്യോഗസ്ഥർ കാറ് പരിശോധിച്ചപ്പോൾ MDMA പിടികൂടുകയായിരുന്നു. ഈ ഓണം പ്രമാണിച്ച് ജില്ലയിലെ കോളേജ് പരിസരങ്ങളിൽ എക്സൈസ് നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടത്തിയ പരിശോധനയിലാണ് ഈ MDMA കണ്ടെത്തുന്നത്. കോളേജ് ഗ്രൗണ്ടിന് സമീപം സംശയാസ്പദമായ രീതിയിൽ നിർത്തിയിട്ട കാറിലായിരുന്നു ഈ MDMA ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ എക്സൈസിനെ കണ്ടപ്പോൾ ഈ സംഘം ഇറങ്ങി ഓടുകയായിരുന്നു. ഈ കാറിൽ നിന്നും രാസലഹരി ഉപയോഗിക്കുന്ന സാമഗ്രികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കടന്നു കളഞ്ഞ 3 വിദ്യാർത്ഥികളെയും കണ്ടാലറിയാവുന്ന ആളുകളെയും പ്രതികളാക്കി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച ഈ കാറും ഈ എക്സൈസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായിട്ടാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. ടോം, മാത്രമല്ല ഇന്ന് വൻ ലഹരിമരുന്ന് നേട്ടം നടന്നിട്ടുണ്ട്. MDMA-യും വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞു. വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. 2 പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്തായാലും നല്ല വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയതാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള റോജി അഗസ്റ്റിൻ. അതായത് തങ്ങൾക്കെതിരെ
ജാമ്യമില്ലാ വകുപ്പൊന്നുമില്ല, അറസ്റ്റ് വാറൻ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി. പക്ഷേ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് തിരിച്ചാണ്. വഞ്ചന കേസ് വലിയ തിരിച്ചടിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കോടതിയിൽ നിന്നുണ്ടായത്. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ഡാനി, വിവരങ്ങൾ. ടോം, ഇതിൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാരെ തുടക്കം മുതൽ ഉന്നയിക്കുന്നത് ഇത് ഈ ചോറ്റാനിക്കര കോടതിക്ക് പരിഗണിക്കാൻ ഒരു അധികാരം ഇല്ലാത്തതാണ്. കാരണം ഇത് വയനാട്ടിൽ നിന്ന് സംഭവിച്ചതാണ്. വയനാട് കോടതിയിലാണ് ഇത് പരിഗണിക്കേണ്ടതെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ആവശ്യം നിരാകരിക്കുകയും ഇപ്പോൾ ഇത് വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും വിചാരണ കോടതിയിലേക്ക്, ചോറ്റാനിക്കര കോടതിയിലേക്ക് വരികയും ചോറ്റാനിക്കര കോടതിയിലായിരുന്നു വീണ്ടും ഇത് പരിഗണിക്കുകയും ചെയ്തത്. ഇത് ചോറ്റാനിക്കര കോടതിയുടെ, മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് വിചാരണ നടപടികൾ ഇവിടെ തന്നെ തുടരുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയുള്ളത് ഈ മാസം 31 ഹാജരായിട്ട് ഇതിൻ്റെ കുറ്റം അടക്കം വായിച്ചു കേൾക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യും. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും. അതിൽ ഈ പ്രതികൾ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ മറ്റൊരു കാര്യം കൂടി ഉന്നയിച്ചിരുന്നു. അത് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അത് വീഡിയോ കോൺഫറൻസ് വഴി ആക്കണം എന്ന കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതിൽ കോടതി ഒന്നാം പ്രതിയോട് കോടതിയിൽ ഹാജരാകാനും മറ്റ് 2 പ്രതികളോട് ഇതിൽ ഓൺലൈനായി മതി എന്ന അവരെ ഓൺലൈനായി കോടതിയെ അഭിമുഖീകരിക്കുക എന്ന രീതിയിലേക്ക് അനുവാദം നൽകുകയും ചെയ്തു. അതനുസരിച്ച് ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ കോടതിയിൽ ഹാജരാകണം. അദ്ദേഹം ഇന്നും കോടതിയിൽ ഹാജരായിരുന്നു. കോടതിയിൽ ഹാജരാകണം. മറ്റ് പ്രതികളായ 2-3 പ്രതികളായ ജോസൂട്ടി അഗസ്റ്റിനും അതോടൊപ്പം തന്നെയാണ് ആൻഡോ അഗസ്റ്റിനും ഇത് ഓൺലൈനായിട്ട് കോടതിയെ. ഡാൻ ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി സ്പോട്ട്ലൈറ്റ് പോകുന്നു. അർജുൻ ആംഗിക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവായി. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കിൽ പാർപ്പിക്കാനും ഉത്തരവുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, എന്തായാലും ഏറ്റവും ഒടുവിൽ കാപ്പ ചുമത്തിയിരിക്കുന്നു. ഇനി കുറച്ച് നാൾ ജയിലിൽ കിടക്കാനല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ടോം ഇക്കാര്യത്തിൽ പറയേണ്ടത്. കാരണം ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിക്കുക, ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഭീഷണിയാവുക തുടങ്ങി അർജുൻ നായികിക്കെതിരെ നിരവധി കേസുകളാണ്. അതായത് 23 കേസുകൾ. അതിൽ ഗൗരവ സ്വഭാവമുള്ള വധശ്രമം ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പൂട്ടി എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഇതിൽ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇത് ഈ കാപ്പ ചുമത്തുന്നതിന് ഒരു മാനദണ്ഡം കൂടിയാണ്. ഇത്തരത്തിൽ പ്രതിയാണെങ്കിൽ കാപ്പ ചുമത്താം. അത് മാത്രമല്ല, ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്നും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാപ്പ ചുമത്തുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി, അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന് നൽകുകയായിരുന്നു. ഈ അപേക്ഷയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്, ഉത്തരവായി വന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഉടൻ നടപ്പിൽ വരുത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സൂപ്രണ്ട് മുമ്പാകെ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അർജുൻ നായികിക്കെതിരെ നമ്മൾ ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ കാണാം, പോലീസിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ വെല്ലുവിളിച്ച് ഇയാൾ കൊച്ചിയിൽ നിന്നും പലരുടെയും സഹായത്തോടു കൂടി ഇങ്ങനെ കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ ഒളിവിൽ താമസിക്കുന്നു. അവിടെ നിന്നും അഭിഭാഷകയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് ആ അർജുൻ നായകി പിടിയിലാകുന്നതും പിന്നീട് അങ്ങോട്ട് അർജുൻ നായകിയുടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാലും കാണാം. അത് ഇയാൾക്ക് ജാമ്യാപേക്ഷയുമായി അഭിഭാഷകർ രംഗത്ത് വരാത്തൊരു സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് തന്നെ അറിയാം ഇതിൽ കൃത്യമായി പോലീസ് നടപടി ഉണ്ടാകും. ഇതിൽ ഊന്നുകൽ, അതുപോലെ തന്നെ കോതമംഗലം, അതോടൊപ്പം കുട്ടുമ്പുഴ, ഇങ്ങനെ 3 പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരെ ഭീഷണിപ്പെടുത്തുക, ഈ SHOയുടെ ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെ 4 കേസുകളാണ് ഈ തുടർച്ചയായി ഈ ഒരു മാസത്തിനിടെ തന്നെ ഇയാൾക്ക് വന്നത്. ഇയാൾ പിടിയിലാകുന്നത് കണ്ണൂരിലാണ്. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇത് പോലീസിനെ വെല്ലുവിളിച്ചും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തിയും സന്ദേശമിട്ടതിനാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്തായാലും അർജുൻ നായകിയെ ആദ്യം കണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു.
പിന്നീട് കുട്ടുമ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. അങ്ങനെ ഇയാളെ ഈ കാപ്പ ചുമത്തുന്നവരെ പരമാവധി പോലീസ് കസ്റ്റഡിയിലും അങ്ങനെ ജാമ്യം ലഭിക്കാത്ത രീതിയിലും പോലീസ് അത് എങ്ങനെയാണോ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങളും. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അതായത് ഇത്രയുള്ള കാര്യം, ഈ പോലീസിനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ, നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അർജുൻ ആയങ്കിയെ പോലുള്ളവർ ഓർക്കണം, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നാളിങ്ങനെ അകത്ത് കിടക്കാം. ഒരു കുറച്ച് ജയിലിൽ കടന്ന് കുറച്ച് മര്യാദയൊക്കെ പഠിച്ച ശേഷം എന്തായാലും അർജുൻ ആയങ്കി പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ല വീണ്ടും ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും പിടിച്ചകത്തിടുമെന്ന് ഓർത്താൽ മതി. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.